നമസ്കാരം. നമ്മൾ കുറേ നാളായി ചാളിയും പൊടിച്ചേമ്പും വെച്ച് കറി വയ്ക്കുന്നു വിചാരിക്കുന്നത്. എന്തായാലും ഇന്ന് പോയി കുറച്ച് ചാള വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു 1/2 കിലോ ചാളയും 1/2 കിലോ പൊടിച്ചേമ്പും വെച്ചിട്ടുള്ളൊരു സൂപ്പർ കറി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ചാളയും പൊടിച്ചേമ്പും വെക്കേണ്ട സമയം എപ്പോഴാണ്? കാരണം നല്ല നെയ്യുള്ള ചാളയാണ് നമുക്കിപ്പോൾ കിട്ടണേ. അപ്പം നമുക്കതിലേക്കൊന്ന് നോക്കാം. മുളക് പൊടി നമ്മൾ ആവശ്യത്തിനിട്ട് നമ്മുടെ മതിയാവും. ഇനി ഇതിൽ നമ്മൾ അല്പം പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. അതാണ് നമ്മുടെ ചാളക്കറിയുടെ മെയിൻ സംഭവം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് വേപ്പില കഴുകി വെച്ച വേപ്പില എടുത്ത് നമുക്ക് ഈ സംഗതി അങ്ങോട്ട് ഇതിലേക്ക് ചേർക്കാം. അത് പോരാ, കുറച്ചും കൂടി വേണം. കണ്ട, ഇത്രയും മതി. അപ്പോൾ അത് റെഡി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി ഇതാണ് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞ സംഭവങ്ങൾ. അവനെ അങ്ങോട്ട് പതുക്കെ ഇതിൽ ചേർക്കാം. ഇതിലേ നമ്മളങ്ങനെ അങ്ങോട്ട് ചേർക്കാം. നമ്മുടെ പൊടിച്ചേമ്പ് ഇതാണ്. ഇങ്ങനെ നുറുക്കി അധികം വലുതാക്കി നുറുക്കരുത്. കാരണം ഇത് നമുക്ക് വേവാനുള്ള ബുദ്ധിമുട്ട്. കാരണം ചാളയ്ക്ക് വേവ് വളരെ കുറവാണ്, മത്തി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ഞാൻ നമ്മുടെ ഈ ചേമ്പ് ഇതിലേക്ക് ഇടാൻ പോവാണ്. വേണ്ട, ഇതിങ്ങനെ ഇതിലേക്ക് വാരി ഇതിങ്ങനെ ഇട്ട് നമ്മൾ ചേമ്പ് ഇത്തിരി കൂടുതൽ ഇട്ടുണ്ട് കേട്ടോ. എത്രയൊന്നും ആരും ഇടണ്ട. നമ്മളിടുന്നത് നമുക്ക് നമ്മുടെ ഈ സാധനം നമുക്ക് പതുക്കെ വെന്ത് കഴിയുമ്പോഴേ ഈ ചേമ്പ് തന്നെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. നല്ല നെയ്യുള്ള ചാളയാണല്ലോ, കണ്ട. നല്ല നെയ്യുള്ള ചാളയാണ്, കണ്ട. അത് പഴയ പോലെയല്ല, നമ്മുടെ ചാളയൊക്കെ പഴയ ബലമൊന്നുമില്ല. എന്നാലും അവനെ നമ്മൾ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് ഇത് ചെയ്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇവനതിങ്ങനെ പുരട്ടി ഒതുക്കി ഒരു 10 മിനിറ്റ് ഇങ്ങനെ വയ്ക്കണം. അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിക്കാനായിട്ടേ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇവനെ പതുക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്നാക്കി. ഇനി വെള്ളം കൂടുതൽ ചേർക്കാനുള്ളത്, ഇനി തേങ്ങ അരച്ച് നമ്മളിതിൽ ചേർക്കണം, കണ്ട. അപ്പം അതിങ്ങനെ വെച്ചു, സംഗതി ഒക്കെ റെഡിയാക്കി. അങ്ങനെ നമ്മുടെ കറി അടപ്പത്തിങ്ങനെ കയറാൻ പോവാണ്. ഇതുണ്ട, കറി അങ്ങനെ അടപ്പത്ത് കയറി. ഇനി ഇതിൽ നമ്മൾ തിളച്ച് കഴിയുമ്പോൾ തേങ്ങ അരച്ച് ചേർക്കണം, പിന്നെ ഒരു താളിക്കൽ. അപ്പോൾ എല്ലാം കൊണ്ടും റെഡി. ഓക്കെ, അങ്ങനെ ഈ പരുവത്തിലായി നമ്മുടെ കറി. ഇനി ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാൻ പോവാണ്, കണ്ട. അങ്ങനെ ഇനി നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കാൻ പോവാണ് ഇതിൽ. വേണ്ട, ഇപ്പോഴല്ലേ ഇതിൻ്റെ ഒരു സംഗതികൾ കാണുന്നത്. ഇനി ചുമന്നുള്ളി ചെറുള്ളി താളിക്കണം. വടക്കൻ സൈഡിലൊന്നും കടുകിടാറില്ല, കടുക് ഇട്ട് താളിക്കില്ല.
തെക്ക് സൈഡിലൊക്കെ കടുകിട്ട് താളിക്കും. ഇവിടെ നമ്മൾ ചുവന്നുള്ളി, പഴയ കാലത്ത് പറയുക ഇത് പുളിയുറുമ്പിൻ്റെ കളറാവണമെന്നാണ് പറയുക. കട്ട് ആദ്യം അത് മൂക്കണത് എടുത്താൽ മതി. ഇവിടുന്ന് നീ അത്ര നേരം എടുക്കരുത്. ആക്ഷൻ റെഡി അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിലിത് കുറച്ച് വേപ്പിലയും കൂടി വെറുതെ ഇങ്ങനെ അത് നമ്മുടെ ഒരു ഷോക്കാണ്. ഇങ്ങനെ ഇട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് പെരുകി ഈ സാധനം നമ്മുടെ കറിയിലേക്കാണ്ട് ഇവനാണ്ട് സെറ്റാക്കണം. കണ്ട കറിയിലേക്ക് ഇവനാണ്ട് സെറ്റാക്കിയിട്ടേ കണ്ട ഇപ്പം ഇവൻ അടിപൊളിയായി. അപ്പം ഇതിൻ്റെ പേരാണ് ചാളക്കറിയും ചാളയും പൊടിച്ചെമ്പും. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും സുഹൃത്തുക്കളെ, ഞങ്ങൾ ചെയ്ത ഈ ചെറിയ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഓ, പ്രത്യേക ലെവലാ. ഇത് വെറുതെ പറയുന്നതല്ലാട്ടാ. ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, നമ്മൾ കൊണ്ടുവന്ന പൊടിച്ചെമ്പ് വേവോ ചൊറിയോ എന്നൊക്കെ. ഒരു സംഭവമില്ല, അടിപൊളിയായി. എന്നാലും സുഹൃത്തുക്കളെ, നിങ്ങളും ഇതുപോലെ ഒരു കറി വെച്ച് കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ എന്നാൽ